എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട രീതിയാണ്. ഇതിൽ നമ്മുടെ ഫോട്ടോ പുതിയത് വേണമെങ്കിൽ പുതിയൊരു ഫോട്ടോ വെക്കാം. ഇതിൽ ജനനത്തീയതി, അടുത്തത് ആധാർ നമ്പർ, ഓപ്ഷനിൽ ആധാർ നമ്പർ എഴുതുക. പിതാവിൻ്റെ പേര്, പിന്നെ മൊബൈൽ നമ്പർ. പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ആധാറിലെ നമ്പറാണ്. ഐ ഡി കാർഡിലെ നമ്പറാണ് എപ്പിക് നമ്പർ. മാതാവിൻ്റെ പേര്, പിന്നെ മാതാവിൻ്റെ ഐ ഡി കാർഡിലെ നമ്പർ, പിന്നെ പങ്കാളിയുടെ പേര്, പിന്നെ ആളുടെ ഭാര്യയാണെങ്കിൽ ഇത് ഭാര്യയുടെ ഫില്ല് ചെയ്യണമെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതാം. പിന്നെ ഭാര്യയുടെ ഐ ഡി കാർഡിലെ നമ്പർ, ഈ 2 കോളാണ് ശ്രദ്ധിക്കേണ്ടത്. BLOമാർ നമുക്ക് ഈ ഫോം തരുമ്പോൾ ഈ നമ്പർ പിന്നെ വോട്ട് 2002 SIRൽ ഉൾപ്പെട്ടതാണെങ്കിൽ ഇതേ വോട്ടർ ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വീട്ടിലെ ഉപ്പാൻ്റെയോ ഉമ്മാൻ്റെയോ ആ ഒരു അഡ്രസ്സ് ഇതാണ് ഇവിടെ എഴുതേണ്ടത്. ഇതിലെഴുതുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. 2002 പിന്നെ SIRലെ ആ വോട്ടർ പട്ടികയിലുള്ള നിയമസഭാ കോഡാണ് നമ്മളിവിടെ എഴുതേണ്ടത്. 047. പിന്നെ വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പർ, പിന്നെ അതിൻ്റെ ക്രമ നമ്പർ. ഈ ക്രമ നമ്പർ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിലുള്ള ഈ SI പാർട്ട് നമ്പറാണിത്. പാർട്ട് കോഡാണ് 037. പിന്നെ ഏരിയ കോഡ്, അതായത് മണ്ണാർക്കാടിൻ്റെ കോഡാണ് 047. ഈ രീതിയിലാണ് എഴുതി പോകേണ്ടത്. ഇത് 054 എന്ന് എഴുതുന്നത് തെറ്റാണ്. അത് പുതിയ മണ്ണാർക്കാടിൻ്റെ കോഡാണ്. ഇത് 2002 ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതേണ്ടത്.